ഞാനൊന്ന് ചോദിക്കട്ടെ? മൂക്കുത്തിയെടുക്കാൻ എനിക്ക് മാത്രം പറ്റുന്ന സ്വാമിജി എന്താ പറഞ്ഞത്? എനിക്കറിയില്ല, പക്ഷെ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? യാ. Oh no! Police! പോലീസോ? വാണി, പോലീസ്! ഞാനിപ്പോ എന്താണ് ചെയ്യുക? ജോൺ! എന്താ പണി? എന്നെ കണ്ട് സർപ്രൈസ് ആയോ? സർപ്രൈസോ? ഇതിലിപ്പോ എന്താ സർപ്രൈസ്? കുമാർ എന്തായി നോക്കുന്നത്? അല്ല, നീ വന്ന് ഒറ്റയ്ക്കാണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു നോക്കായിരുന്നു? കല്യാണത്തിന് മുമ്പ് തന്നെ ഇത്ര സംശയം? ഞാനൊരു പോലീസുകാരനല്ലേ, സംശയം ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാ, നാച്ചുറൽ. പക്ഷെ നീ എന്തിനാ ക്ഷേത്രത്തിന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്? അത് പിന്നെ പോലീസ് സ്റ്റേഷനോ? ഞാനോ? എവിടുത്തെ പോലീസ് സ്റ്റേഷൻ? ഏത് പോലീസ് സ്റ്റേഷൻ? നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോയോ ഇല്ലയോ എന്ന് നമുക്ക് അവിടെ തന്നെ പോയി അന്വേഷിക്കാം. പ്ലീസ് ഫോളോ മീ. ജോൺ, നീ എവിടെയാ? ഇൻസ്പെക്ടർ വിജയ്, ഇതിനു മുൻപ് ഈ പെൺകുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ. 1 മണിക്കൂർ മുമ്പ് വന്നിട്ട് പോയതല്ലേ. സോ കള്ളം? യെസ്, കള്ളമാണ്. ഗുഡ്. ഇൻസ്പെക്ടർ വിജയ്, ഇവളെന്തിനാ വന്നേ? സ്വാമിജിയെ കാണാൻ വേണ്ടിയാണ്. സോ അതും കള്ളം? യെസ്, ഇതും കള്ളമാണ്. ദാറ്റ്സ് എ സ്പിരിറ്റ്. എന്തിനാ കള്ളം പറഞ്ഞേ? ഞാൻ കള്ളം പറഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ, ഇൻസ്പെക്ടറാണ് കള്ളം പറയുന്നത്. ഞാൻ കള്ളം പറഞ്ഞത് ഇവര് കള്ളം പറയാണ് സാർ. താനൊന്നും മിണ്ടാതിരിക്കെ. ലുക്ക് വാണി, ഡോണ്ട് ട്രൈ ടു ആക്ട് സ്മാർട്ട്. നീ സ്വാമിയെ കാണാൻ വന്നതിന് എൻ്റെ തെളിവുണ്ട്. കുറച്ചു നേരം മുൻപ് ഞാൻ നിന്റെ ഫോണിൽ വിളിച്ചിരുന്നു. കോൾ ആൻസർ ചെയ്തത് ഇൻസ്പെക്ടർ വിജയ് ആയിരുന്നു. സാറ് പറഞ്ഞ പോയിന്റ് കളക്കി. ദേ കണ്ടില്ലേ, ആ ഫോൺ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഇന്നലെ മോഷണം പോയ എന്റെ സെൽഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടോ? സർ, ഐ വുഡ് ലൈക്ക് ടു ലോഡ്ജ് എ കംപ്ലൈന്റ് അഗൈൻസ്റ്റ് ദിസ് ഇൻസ്പെക്ടർ. ഈ മേഡം എന്നെ കുറിച്ച് ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ് സാർ. വെറുതെ ഭ്രാന്ത് കേട്ടില്ലേ? ആ സ്വാമി എവിടെ നിന്ന് പറ. സ്വാമിജി സാധാരണക്കാരനല്ല സാർ. ദേഷ്യം വന്നാൽ ചിലപ്പോ നമ്മളെ ചെറുതാക്കി കളയും സാർ. സ്വാമിജി, ഒരു കാര്യം അറിയാനുണ്ട്. എന്താ? കുറച്ചു നേരം മുൻപ് ഈ പെൺകുട്ടി സ്വാമിജിയെ കാണാൻ വന്നിരുന്നു. ഇല്ല, കള്ളം പറയാ. ഞാൻ എന്തിനു കള്ളം പറയണം? സത്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശരി, ഞാൻ എന്തിനാ ഇവിടെ വന്നേ? നീ ജോണിന്റെ കൂടെയാണ് വന്നത്. ജോൺ? ഇൻസ്പെക്ടർ ജോണിനെ എന്താ അറസ്റ്റ് ചെയ്യാത്തെ? ജോൺ ഇവിടെ വന്നിട്ടില്ല. കള്ളോ? എന്ത് കള്ളം? ജോൺ വന്നത് കള്ളോ? അപ്പൊ ഞാൻ വന്നത് കള്ളമായിരിക്കും. മാഡം വന്നത് ഞാൻ കണ്ടതാണല്ലോ. അപ്പൊ നിങ്ങൾ ജോൺ വന്നത് എന്താ കാണാഞ്ഞേ? ജോൺ വന്നത് ഇദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. അവൻ ഉണ്ടായിരുന്നത് വാണിയുടെ കോട്ടിന്റെ പോക്കറ്റിലാ. പറഞ്ഞതാണ് കറക്റ്റ്. കോട്ടിന്റെ പോക്കറ്റിലോ? സാർ, ഇയാള് ലോക കള്ളനാ. എടപ്പ്, ഇതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളം? അതൊക്കെ പോട്ടെ. തൽക്കാലം ഒരു കാര്യം പറയ്, ജോൺ ഇപ്പൊ എവിടെയാ ഉള്ളത്? Oh boy. Here we go.
കണ്ടെത്തിയിരിക്കുന്നു. എനിക്ക് പോണം. ഇൻസ്പെക്ടർ, എന്നെ തുറന്നുവിട്. ഞാനാണ് പറയുന്നത്, എന്നെ തുറന്നുവിട്. ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു. എനിക്ക് തടയണം. എന്നെ ഇവിടെ തുറന്നുവിടൂ ഇൻസ്പെക്ടർ. എനിക്ക് പോകേണ്ടത് ജോണിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല. ദേവിയുടെ മൂക്കുത്തി ദുഷ്ടശക്തികളുടെ കയ്യിൽ കിട്ടിയാൽ എല്ലാം അതോടെ അവസാനിക്കും. ആ ദുഷ്ടശക്തികൾ ഈ ലോകത്തെ എന്നേക്കുമായി നശിപ്പിക്കും. ദേവി ചെയ്ത് എന്നെ പുറത്തുവിടൂ. ഞാൻ ഇതുവരെ എന്റെ ശക്തികൾ ആവശ്യമില്ലാതെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ലോകത്തെ രക്ഷിക്കാനും ദുഷ്ടശക്തികളെ നശിപ്പിക്കാനും എന്റെ ശക്തി ഉപയോഗിക്കാൻ പോകുന്നു. അല്ലയോ മഹാകാളി അമ്മേ ദേവി, അവിടുത്തെ ശക്തി കാണിക്കൂ മൂക്കുത്തി അമ്മേ. അയ്യോ, അത് ശരിക്കുള്ള സ്വാമിജി തന്നെയാ. പ്രയോജനമില്ല, നിനക്ക് എന്നെ തടയാൻ സാധിക്കില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? ദേവിയുടെ അനുഗ്രഹത്താൽ നിനക്ക് മൂക്കുത്തി കിട്ടി. അതെന്റെ കയ്യിലേക്ക് താ, ഞാനത് തിരിച്ചു വെക്കാം. സ്വാമിജി, നീ പേടിക്കണ്ട. ഇത് തീർച്ചയായും ആ ഭൈരവൻ ചെയ്യുന്നതായിരിക്കും. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ജോൺ, നീ പൊയ്ക്കോ. സൂര്യാസ്തമനത്തിന് കുറച്ച് സമയങ്ങൾ കൂടിയേ ഉള്ളൂ. വേഗം.
സ്വാമിജി, സ്വാമിജി, are you okay? ഒന്നും പറ്റിയില്ലല്ലോ. ധർമ്മം ജയിച്ചിരിക്കുന്നു. Yeah, yeah, woo! ജോൺ, നിന്നെ ചെറുതാക്കിയത് ഒരബദ്ധമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ നീ ചെറുതായി ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നാണ് വിധിക്കപ്പെട്ടിരുന്നത്. ഗോഡ് ബ്ലസ് യു. ജോൺ, നീ കണ്ണടച്ച് എന്താ പ്രാർത്ഥിച്ചത്? ആദ്യം നീ പറയേ. ആ, നമ്മുടെ കല്യാണം നടക്കണം, ഒരുപാട് കുട്ടികൾ ഉണ്ടാവണം, സന്തോഷായിട്ട് അല്ല, അതവിടെ നിൽക്കട്ടെ. നീ എന്താ പ്രാർത്ഥിച്ചെന്ന് പറ. ഒന്നുമില്ല. ഇതുവരെ എനിക്ക് ദൈവം തന്നതിനെല്ലാം നന്ദി പറയായിരുന്നു. ജോൺ, എന്ത് നോക്കി നിൽക്കാം? ഒന്നുമില്ല.